സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂർ കണ്ണപുരം ചൂണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ 9 BJP RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 7 വിധിക്കും. വിധി കേട്ട് റിജിത്തിന്റെ അമ്മ ജാനകി പൊട്ടിക്കരഞ്ഞു. വിധിയിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തിന്റെ നഷ്ടം ഒരിക്കലും നികത്താനാവില്ലെന്നും ജാനകിയും മറ്റു ബന്ധുക്കളും പറഞ്ഞു. അച്ഛൻ 17 കൊല്ലം കാത്തിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ 2005 ഒക്ടോബർ 3 കൊലപാതകം നടന്നത്. സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരവേ ചൂണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് മാരകായുധങ്ങളുമായി റിജിത്തിനെ ആക്രമിക്കുകയായിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇന്നലെയാണ് നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി ഉണ്ടായത്. അതിൽ തക്കതായ ശിക്ഷകൾ പ്രതികൾക്ക് നൽകുകയും ചെയ്തു. ഇവിടെയും സമാനമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്, അതിക്രൂരമായ കൊലപാതകമാണ്. ഇതിനൊരു പശ്ചാത്തലം എന്താണ് ബൈജു? തീർച്ചയായും രഞ്ജിത്തെ, 20 വർഷത്തോളം എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു വിധി വരുന്നത്. ആ അമ്മ പൊട്ടിക്കരയുന്ന വീണ്ടും ഒരു അമ്മയുടെ കരച്ചൽ നമ്മൾ കാണുന്നു. ഇന്നലെയാണ് പെരിയയിൽ ഇത്തരത്തിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ കണ്ണീർ നമ്മൾ പൊട്ടിക്കരയുന്ന ഏറെ വൈകാരികമായ രംഗം കണ്ടത്. സമാനമായ രീതിയിലായിരുന്നു ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഈ വിധി കേട്ടപ്പോൾ അമ്മ ജാനകിയും സഹോദരി ശ്രീജിയും ഒക്കെ പൊട്ടിക്കരയുന്ന രംഗം. 25 വയസ്സിൽ ഒരു മകൻ നഷ്ടപ്പെടുന്നു, അതും വെട്ടിക്കൊലപ്പെടുത്തുന്നു. രാഷ്ട്രീയ പോക്കൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ ഒരു അവസ്ഥ കാണേണ്ടി വരുന്ന ഒരു അമ്മ. അതിനുശേഷം ഇത്ര 20 വർഷമെടുത്ത് അതിൽ അവർക്ക് കുടുംബത്തിന് നീതി ലഭിക്കുമ്പോഴും ആ മകൻ നഷ്ടപ്പെട്ട വേദന ആ അമ്മ അത് പങ്കുവെക്കുന്നു. എന്തായാലും ഈ കേസിൽ 9 പേർ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 7-ാം തീയതിയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ വിധി. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, KT അജേഷ്. ഈ KT അജേഷ് 2 വർഷം മുൻപ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. അതായത് ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മാരകായുധങ്ങളുമായി എത്തിയ ഈ സംഘം അതിക്രൂരമായി ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ 3 DYFI പ്രവർത്തകർ കൂടി വെട്ടേറ്റിട്ടുണ്ട്. ഇതിൽ വിമൽ എന്ന് പറയുന്ന ഈ റിജിത്തിന്റെ സുഹൃത്തിനെയാണ് ഈ സംഘം ആദ്യം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അത് തടയാൻ ചെന്നപ്പോഴാണ് അതിക്രൂരമായ രീതിയിൽ റിജിത്തിനെതിരെ മാരകായുധങ്ങളുമായി, അതായത് വാള്, വടിയും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആക്രമണം നടക്കുകയും സംഭവ സ്ഥലത്ത് തന്നെ റിജിത്ത് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അന്ന് ഓർക്കണം, 25 വയസ്സായിരുന്നു ഈ റിജിത്തിന് എന്നത്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലപാതക കേസിലും 24-25 വയസ്സുള്ള അത്രത്തോളം വലിയ പ്രതീക്ഷ, കുടുംബത്തിന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 പേരെയാണ് ഇല്ലാതാക്കിയതെങ്കിൽ ഇതിപ്പോൾ DYFI പ്രവർത്തകനായ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനായ ഈ റിജിത്ത് അവിടെ നിന്നും ഈ നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരം ചെയ്യുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തുന്നു. ഇതിൽ പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ശാഖ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക്, നീചമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏതായാലും 20 വർഷം കഴിഞ്ഞാലും ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിൽ പരമാവധി ശിക്ഷ ഇവർക്ക് ലഭിക്കണമേ എന്നാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം. അമ്മ ജാനകിയും സഹോദരി ശ്രീജയും കോടതിയിൽ ഇത്തരത്തിൽ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. അച്ഛൻ ശങ്കരൻ ഈ മകനെ കൊല ചെയ്യപ്പെട്ടവരുടെ ഈ വിധി കാത്തു നിൽക്കാതെ 2 വർഷം മുൻപ് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും അമ്മയുടെ ആ പൊട്ടിക്കരച്ചിലും അവരുടെ ആ വിതുമ്പുന്ന വാക്കുകളും ഒക്കെ കോടതിയിൽ നിന്ന് അതിവൈകാരികമായ രംഗങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായ 2ാം ദിവസമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അമ്മമാരുടെ കരച്ചിൽ കേൾക്കുന്നത്. അതും രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഏത് രാഷ്ട്രീയമായാലും കൊടിയുടെ നിറം നോക്കാതെ വളരെ വേഗത്തിൽ നീതി നടപ്പാക്കണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 6 വർഷത്തിന് അകം ശിക്ഷാ വിധി ഉണ്ടായെങ്കിൽ ഇത് 20 വർഷത്തോളം എടുത്ത് ആണ് ഇപ്പോൾ വിധി വരുന്നത്. എന്തായാലും ഇവർക്ക്, ഈ കൊലപാതകം നടത്തിയവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. ജനുവരി 7-നാണ് ആ വിധി. 9 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അതായത് ഈ കേസിലെ മുഴുവൻ പേർക്കും, ഈ RSS BJP പ്രവർത്തകരായ മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആശ്വാസം പകരുന്നത്. അപ്പോഴും ഇവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം. കാരണം
തന്റെ മകനെ ഇത്തരത്തിൽ ചേതനേറ്റ ശരീരം വെട്ടി നുറുക്കപ്പെട്ട ഒരു ശരീരം കാണേണ്ടി വന്ന ഒരു അമ്മ, ആ അമ്മയുടെ വിലാപമാണ് നമ്മൾ ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുഴങ്ങി കേട്ടത്. അവർക്ക് വിതുമ്പിക്കൊണ്ടാണ്, അവർക്ക് വാക്കുകളില്ല പറയാൻ. അത്രത്തോളം ഒരു മകൻ, അവരുടെ തുണയായി മാറേണ്ട മകൻ, നാട്ടിലും അതുപോലെ തന്നെ ഏറെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യൻ, അയാൾ പല കാര്യങ്ങൾക്കും നാട്ടുകാർക്ക് സഹായിയായി അത്രത്തോളം പ്രിയപ്പെട്ടവനായ ഒരാളാണ് ഇല്ലാതായത്. അതും തന്റെ സുഹൃത്ത്, നേരത്തെ പറഞ്ഞതുപോലെ വിമൽ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിക്കുമ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ രജിത്ത് മരണം സംഭവിക്കുന്നത്. നിരവധി വെട്ട് ഏറ്റിട്ടുണ്ട് രജിത്തിന്. 29 ഇത്തരത്തിലുള്ള സാക്ഷികൾ ഈ കേസിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം 50ഓളം രേഖകൾ, 59ഓളം തൊണ്ടിമുതലുകൾ, ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നിട്ടും ഈ കേസ് 20 വർഷമെടുത്തു ഇതിൽ കുറ്റക്കാരെതിരെ ഒരു വിധി വരാൻ എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. പരമാവധി വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന. അതാണ് നമ്മൾ കല്ലോട്ടും ഇന്നലെ കണ്ടത്. ഇനി തന്റെ മകനി ഉണ്ടായത് മറ്റൊരാൾക്ക് ഇനി ഉണ്ടാകരുത്, അതിന്റെ ഒരു മെസ്സേജ് ആയിരിക്കണം ഈ വിധി എന്നായിരുന്നു ഇന്നലെ പറഞ്ഞത്. അതാണ് അവർ വീണ്ടും വീണ്ടും വധശിക്ഷ ഇത്തരം പ്രതികൾക്ക് വേണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ഹാജരാക്കാൻ പറ്റി, സാക്ഷികൾ കൃത്യമായി ഉണ്ടായി. അത് തന്നെയാണ് ഈ കേസിന്റെ പ്രോസിക്യൂഷന്റെ വിജയവും. 9 പ്രതികൾ, അതായത് ഈ കേസിലെ മുഴുവൻ പ്രതികളും, ഇത്രത്തോളം ഒരു ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കൊലപാതകം നടക്കുന്നതെന്നാണ്. അതും ഒരു ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതും 3 പേർക്ക്, നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 3 പേർക്ക് വെട്ടേൽക്കുന്ന ആ ഒരു സാഹചര്യം കൂടി ഈ കേസിൽ ഉണ്ടായിരുന്നു. എന്തായാലും റിജിത്തിന്റെ ആ ഒരു കൊലപാതകം നടന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് ആ വിധി കേൾക്കാനായി അമ്മയും സഹോദരിയും കോടതി മുറ്റത്ത് എത്തിയെന്നതാണ്. അവർ ഇന്ന് ഒരു വിധി പ്രതീക്ഷിച്ചെങ്കിലും 7-ാം തീയതി ജനുവരി 7-നാണ് ഈ കോടതി ഇത് സംബന്ധിച്ച വിധി പറയുക. എന്തായാലും അത് പരമാവധി ശിക്ഷ ഇവർക്ക് നൽകും എന്ന് തന്നെയാണ് ആ അമ്മ പറഞ്ഞത്. തന്റെ മകൻ നഷ്ടപ്പെട്ടു, അതിന് പകരം വെക്കാൻ ഇനി സാധിക്കില്ല, പക്ഷേ ഈ കൊലയാളികൾക്ക് അത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് ആ കുടുംബവും പറഞ്ഞത്. എന്തായാലും 7-ന് നമുക്ക് അത് കാത്തിരിക്കാം. വീണ്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കൂടി വിധി വരുന്നു എന്നതാണ്. ഒരു ആഴ്ചക്കിടെ തന്നെ 2 രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ വിധി വരുന്നു. ഇനി ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ വാക്കുതർക്കത്തിന്റെ മുകളിൽ കൊലപാതകം നടത്തുന്നവർക്ക് ഇതൊരു കൃത്യമായ, കല്ലോട്ട അമ്മയും ഇന്ന് ഇപ്പോൾ ഈ റിജിത്തിന്റെ അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ ഇനി ഒരു മകനും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള ഒരു മെസ്സേജ് തന്നെയായിരിക്കണം ഈ കോടതി വരുന്ന വിധി. അത്രത്തോളം ശക്തമായ വിധിയായിരിക്കണം. നേരിട്ട് കൊലപാതകത്തിൽ ഈ 9 പേരും പങ്കെടുത്തു എന്നതാണ് ഈ കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ജഡ്ജിമാർ മാറി മാറി വരുന്നതാണ് ഇത്തരം കേസുകളിൽ ഇത്തരം വൈകാൻ കാരണമായി മാറുന്നതും. അത് റിയാസ് മൗലവി കേസിലും നിരവധി കേസുകളിലും നമ്മൾ കഴിഞ്ഞ നാളുകളിലെല്ലാം കണ്ടിരുന്നു. അത് 15 വർഷമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ പ്രതികൾക്ക് അപ്പീൽ പോകാനും പിന്നെയും അത് കേസ് നടപടികൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഒക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം കേസുകളിൽ ഇത്തരം പ്രതികൾക്കെതിരെ ശക്തമായ നിയമ സംവിധാനം, കോടതി ശക്തമായ വിധി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ അമ്മമാരുടെ ഒക്കെ ആ കണ്ണീരിൽ കുതിർന്ന ആ വാക്കുകൾ. അത്രത്തോളം വൈകാരിക രംഗമായിരുന്നു ഇന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലും ഉണ്ടായത്. രഞ്ജിത്ത്, ഈ വിധി കേൾക്കാൻ ഈ ബന്ധുക്കളെല്ലാം എത്തിയിരുന്നോ? നമുക്ക് വൈകാരികമായ രംഗങ്ങൾ നേരത്തെ ബൈജു പറഞ്ഞതുപോലെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെയും നമ്മൾ സമാനമായി തന്നെ കുടുംബാംഗങ്ങളുടെ പ്രയാസമൊക്കെ കണ്ടതാണ്. ഒപ്പം പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇനിയും 7-ാം തീയതിത്തേക്ക് ഇവരെ ശിക്ഷ വിധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട വിധിന്യായം തന്നെ ആയിരിക്കും അത്. തീർച്ചയായും രഞ്ജിത്തെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട്. അത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ട്. ഒപ്പം തൊണ്ടി മുതൽ പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, അത് ഈ കോടതി മുറ്റത്ത് ഇന്ന് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈകാരികമായ രംഗമാണ്. വീണ്ടും അമ്മമാരുടെ കരച്ചിലുകൾ കോടതികളിലായാലും ഇത്തരം സന്ദർഭങ്ങളിൽ മുഴങ്ങുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വേദനാജനകം. ഇന്നലെ ഉണ്ടായ ആ കരച്ചിൽ ഒരു മലയാളിയുടെ മനസ്സിൽ നിന്നും
ഒരുപക്ഷെ മാഞ്ഞു പോയിട്ടില്ല. അത്രത്തോളം പൊട്ടിക്കരയുന്ന, നെഞ്ചു പൊട്ടിക്കരയുന്ന അമ്മമാരുടെ വിലാപങ്ങളാണ് ഓരോ കേസുകളിലും ഉണ്ടാകുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അമ്മ ജാനകി 25 വയസ്സുണ്ടാകുമ്പോഴാണ് തന്റെ മകനെ നഷ്ടപ്പെടുന്നത്. അതും പല വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിപ്പാടുകൾ തന്നെയാണ് അത്. മകൻ നഷ്ടപ്പെട്ടു, പക്ഷേ ഈ പ്രതികൾ ഇത്രയും നീണ്ടു, 20 വർഷമെടുത്തു. പ്രതികൾക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കോടതി ആ 9 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഈ സഹോദരി ഉണ്ടായിരുന്നു, ശ്രീജയും ഈ കോടതിയിൽ ഈ വിധി കേൾക്കാനെത്തിയിരുന്നു. ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാവുമെന്നാണ് കരുതിയെങ്കിലും ഈ പ്രതികളുടെ ഏതെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കോടതി. അതിനുശേഷം 7-ാം തീയതിയിലേക്ക് വിധി പറയുന്നതിനായി മാറ്റി. എന്തായാലും 7-ാം തീയതി ഇത് സംബന്ധിച്ച വിധി രാവിലെ 11:00 തന്നെ ഉണ്ടാവും. വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് കൂടി കോടതിയിൽ നിന്നും വിധി വരുന്നു. അത് ശക്തമായ ഒരു സന്ദേശമായിരിക്കണം. ഇനി ഇത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ മറ്റോ കൊലക്കത്തി എടുക്കുന്നവർക്കും ഇത്തരത്തിൽ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തുന്നവർക്കുമുള്ള കൃത്യമായ സന്ദേശമായിരിക്കണം. അത് തന്നെയാണ് ഇന്ന് അമ്മ ജാനകിയും ഇന്നലെ ബാലാമണിയും ലതയും ഒക്കെ അവർ പറഞ്ഞതും. അവരുടെ മുറിപ്പാടുകൾ ഇന്നും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. തങ്ങളുടെ അത്താണിയാകേണ്ട മക്കളെയാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയും നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഈ 4 പേരും 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഒപ്പം റിജിത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇവരെല്ലാം നാട്ടിൽ പ്രിയപ്പെട്ടവരാണ്. അവിടെ വലിയ തോതിൽ നാട്ടുകാർക്ക് സഹായം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടുകാരും നിരവധി ആളുകൾ വിധി കേൾക്കാനായി ഇത്തരത്തിൽ കോടതിയിലെത്തിയിരുന്നു. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിധി അത് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. ഇവർക്ക് തക്കതായ ശിക്ഷ 9 പേർക്കും ഒരേപോലെ, അത് കാരണം ഈ കൊലപാതകത്തിൽ 9 പേരും ഒരേപോലെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതും. അതുകൊണ്ടാണ് മുഴുവൻ പ്രതികൾക്കും 9 പേർക്കും കോടതി കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. അതിൽ തക്കതായ ഒരു ശിക്ഷ ഇവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കുടുംബവും ഒപ്പം നാട്ടുകാരും ആഗ്രഹിക്കുന്നതും. അവർ അതിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 7-ാം തീയതി ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ആ ആശ്വാസ വിധി അതെന്തായിരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. രഞ്ജിത്ത്, ശരി, KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.